أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين سيدنا رسول الله صلى الله عليه وسلم തങ്ങളെ തബ്ലീഗിൻ്റെ രംഗത്ത് തങ്ങൾ നേരിടേണ്ടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ വിഷയങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതറിയൽ അനിവാര്യമായ ഇൽമാണ്. കഥ കേട്ടിട്ട് രസിക്കാനുള്ളതല്ല, ശറഈൻ്റെ ഉലൂമിൽപ്പെട്ടതാണ്. ഞാൻ ജോലിക്ക് എവിടെയും പഠിപ്പിക്കുന്നില്ല, മന്തിക്കല്ലേ പഠിപ്പിക്കുന്നു, മന്തിക്ക് ശരീഅത്താകുന്ന മന്തിക്ക് പഠിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയൽ ശരീഅത്താകുമ്പോൾ നമ്മത് പഠിക്കുക എല്ലാം ഉണ്ട്. والحاصل أن الله تعالى لم يبق لهم شبهة يتمسكون بها. അതായത് തങ്ങൾക്ക് റിസാലത്തില്ല എന്ന് വരുത്തണം, സാധാരണ മനുഷ്യനാണ് എന്ന് വരുത്താനാണ് ആര് ശത്രുക്കൾ ശ്രമിക്കുന്നത്. അതിനെതിരെ എന്തെല്ലാം അവർ തെളിവാണെന്ന് വിചാരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു, അതിനെല്ലാം എന്താക്കും അല്ലാഹു തആല കൃത്യമായ മറുപടി കൊടുക്കുന്ന പറഞ്ഞു വരുന്നു. തങ്ങളെ റിസാലത്തിലാണല്ലോ ഇവർക്ക്, പുത്തനേശക്കാർക്ക് അത് തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ സാധാരണ മനുഷ്യൻ 2 കൈ 2 കാലുണ്ട്, 1 തലയുണ്ട്, 2 കണ്ണുണ്ട് എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യർക്കുള്ള തന്നെയല്ലേ. അതാ വൽഹാസിലു അന്നല്ലാഹ തആല ലം യുബ്ഖി ലഹും ശുബ്ഹതൻ യതമസ്സകൂന ബിഹാ. തങ്ങൾക്കെതിരെ അവർ പിടികൂടാനുള്ള എന്തെല്ലാം ശുബ്ഹത്തുണ്ടോ, എന്തെല്ലാം ഇതുണ്ട്, അതിനെല്ലാം എന്താക്കും അല്ലാഹു തആല മറുപടി കൊടുക്കും. വകുല്ലമാ അതൗ ബിശുബ്ഹത്തിൻ യൂഹിമൂന അന്നഹാ ഹുജ്ജത്തുൻ. അവർക്ക് അനുകൂലമായ തെളിവാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ശുബ്ഹത്ത് കൊണ്ടുവരും. എന്നിട്ട് അത് വെച്ചിട്ട് വേണം തങ്ങൾക്ക് റിസാലത്തില്ല എന്ന് പറയാൻ. എന്നാ റദ്ദഹ അല്ലാഹു തആല അലൈഹിം ബിഹസനിർ റദ്ദി. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്താകുന്ന അല്ലാഹ്ക്ക് തക്കതായ മറുപടി കൊടുക്കാതെ വിട്ടിട്ടില്ല. കമാ ഖാലു, ഒരു ഉദാഹരണം, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ. മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് മൊത്തത്തിൽ ഇറക്കി കൊടുത്തതാണ് എന്നതുപോലെ ഖുർആൻ എന്താക്കുക, ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തുൻ നാസ് വരെ മൊത്തത്തിലാക്കി ഇറക്കി കൊടുത്തൂടെ. ഇതെന്താ കുറേശ്ശെ 23 കൊല്ലം പിടിച്ച് ചില്ലറേക്ക്, അതാണ് ഓർക്ക് പിടികൂടാൻ. അതിനെ പറഞ്ഞ് ഫറദ്ദല്ലാഹു അലൈഹിം ബിഖൗലിഹി, അതാ ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ. അങ്ങനെ എന്താ ഇറക്കാത്തെ? അള്ളാഹു പറയുന്നു കദാലിക, ഇങ്ങനേത് ഇറക്കൽ. ഖുർആൻ എങ്ങനെ ഇറക്കണം, എന്തിനാണ് ഇറക്കുന്നത്? മൊത്തത്തിൽ കൊടുത്തിട്ട് പഠിച്ചോളി എന്ന് വിട്ട ഒന്നും പഠിക്കലുണ്ടാവില്ല. 1 കൊല്ലം പഠിപ്പിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഒരു സ്കൂളിലോ കോളേജിലോ അതെന്താക്കും, പഠന ദിവസം കൊണ്ട് ഹരിക്കും അല്ലേ, മാഷുമാരടുത്ത് വർക്കിംഗ് ഡേയ്സും അല്ലേ, ദിവസം പറ. എന്നിട്ട് ഒരു ദിവസത്തിൽ ഇങ്ങനെ ആകെ കണക്കൂട്ടിയിട്ട് എത്ര മണിക്കൂർ കിട്ടുന്നു എന്ന് ഡിവൈഡ് ചെയ്യും. ഒരാഴ്ചയിൽ എത്ര മണിക്കൂറാണ് കിട്ടുക. അപ്പോൾ ദീർഘ വിഷയമാണെങ്കിൽ കൂടുതൽ പീരീഡ് കൊടുക്കേണ്ടി വരും, ചെറിയ വിഷയമാണെങ്കിൽ കുറഞ്ഞ പീരീഡ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ സംശയിച്ചിട്ടാണ് എന്താക്കുക, ലഘു മാത്രങ്ങളായിട്ടാണ് പഠിപ്പിക്കുക. എന്നാൽ പിന്നെ ഇവർ പോയിട്ട് അവിടെ ചോദിക്കട്ടില്ലേ, മൊത്തത്തിൽ 1 കൊല്ലത്തെ പാഠം പഠിച്ചോളി, എല്ലാവരും പഠിച്ചോളി. ഇപ്പം പറയല്ലേ മുസാഫ് തോന്നണമെന്ന് അറിയില്ലേ, മുസാഫ് എന്താണെന്നോ ഓതാനൊന്നും അറിയാത്ത കുട്ടികളോടാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പാടന്മാരോട് പറയും എല്ലാവരും മുസാഫ് എടുത്തോടാ, എന്ത് മുസാഫ് എന്ത് ഓതലി, ജാസിനാണ്. അങ്ങനെയല്ല പഠിപ്പിക്കല്. കുറേശ്ശായിട്ട് പഠിപ്പിച്ചാലേ എന്താകും, ഉറച്ചിട്ട് എന്താക്കും പഠിക്കുള്ളൂ. പണ്ടൊരു മുസ്ലിംകാർ പറഞ്ഞ്, ഞാൻ കുട്ടികൾക്ക് ഞാനേ സ്വലാത്ത് പഠിപ്പിച്ചിട്ട് പഠിക്കുന്നേ ഇല്ല. എന്താ എല്ലാവരും അനുസലാത്ത് ഇല്ലടാന്ന് പറഞ്ഞ് അയാൾ സംസ്ഥാനത്തങ്ങാമില്ല പിള്ളേർക്ക് എന്ത് തിന്നി
ഞാൻ പറഞ്ഞു ഇന്ന് പഠിപ്പിക്കുക അല്ലാഹുമ്മ സല്ലി, അവിടെ പഠിപ്പിച്ചവിടെ നിർത്തി. എന്നിട്ട് എല്ലാവരും പഠിച്ചിട്ടാകുമ്പോൾ നാളെ എന്താക്കാൻ സ്വലാത്തൻ കാമിലതൻ എന്ന് പറഞ്ഞു കൊടുക്കുക. മൂന്നാം ദിവസം എന്താക്കുക അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലതൻ എന്ന് പഠിപ്പിക്കുക. അപ്പം അടുത്ത ദിവസം വസല്ലി സലാമൻ താമൻ എന്ന് പഠിപ്പിക്കുക. എന്നിട്ടോ അലാ സയ്യിദിന മുഹമ്മദായ ഒരു സലാത്തായി, സലാത്തിൻ്റെ ഉണ്ടയായി. എന്താന്ന് പറഞ്ഞാൽ അതുണ്ടാവാൻ അനിവാര്യമായ ഘടകം വന്നു. ഇനി ബാക്കിയെല്ലാം അഡീഷണലാണ്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ്, സലാത്തായി. അങ്ങനെ ഒരു മാസം കൊണ്ട് പഠിപ്പിച്ചോക്ക്. അങ്ങനെ വെള്ളം പോലെ പഠിച്ചു. ഇപ്പോഴത്തെ പഠിപ്പിക്കുന്നത് തെറ്റടി കിടക്കുന്നത് എല്ലാവരും മുസ്ലിം എടുത്ത് ഓതടാ, എല്ലാം അക്കിത്തെടുത്ത് ഓതടാ. ഇയാളുടെ അവിടുന്ന് പത്രം വായിക്കുന്നു, മൊബൈലും വിളിക്കുന്നു. എന്താ പഠിച്ചത്? എന്താ പഠിക്കാൻ അവസരം കിട്ടിയത്? അപ്പം ഖുർആൻ പഠിപ്പിക്കാനും പ്രാവർത്തികമാക്കാനും ഇറക്കപ്പെട്ട സാധനമാണ്. അങ്ങോട്ട് ഇറക്കിയിട്ട് പഠിച്ചോളി എന്ന് പറഞ്ഞാൽ വിടൂല്ല. അത് ഇവർ വിട്ടിച്ചാണ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലവർക്ക് അറിയിച്ചത്. കാരണം ഉമ്മിയേക്കളല്ലേ, ഉമ്മിയാക്കളാക്കി വിദ്യാഭ്യാസത്തിൻ്റെ മേഖല എങ്ങനെ തിരിയണി? അല്ലാ പറയുന്നത് ഇങ്ങനെ ഇറക്കുള്ളൂ. ഇതിനാണ് അതിനെന്താക്കണം ഇറക്കിയനുസരിച്ചിട്ട് തങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് പ്രാവർത്തികമാക്കേണ്ട പ്രാവർത്തികം, പഠിപ്പിക്കേണ്ടതാണ് പഠിപ്പിക്കൽ, എല്ലാം ശരിയാക്കിയിട്ടായിരിക്കും അടുത്ത പഠിപ്പിക്കുക. അതിനാണ് ഈ 23 കൊല്ലം പിടിച്ചത്. അപ്പം 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച് പ്രാവർത്തികമാക്കേണ്ട വിഷയം 23 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വെഡിത്തണ്. ഇതെല്ലാം പഠിച്ചു എന്ന് സമാധാനിക്കില്ല. 40 ദിവസത്തെ കോഴ്സ് എന്താ പറയുക, 40 ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എന്താകും, എല്ലാം ലീവും തട്ടിക്ക് കഴിഞ്ഞാൽ 20 ദിവസം കിട്ടും. അതെ, പഴയകാല താലിമ്യങ്ങൾ ദീനിയ റൂമിൽ വെച്ച സിലബസ് 23 കൊല്ലത്തെ കോഴ്സാണ്. ഇപ്പം 1 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. 12 പേപ്പർ ഒക്കെ 12 സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾ ചുമല സ്ഥലമാണെങ്കിൽ എല്ലാം ഒട്ടിക്കാം. ആരെങ്കിലും വന്ന എന്താ പോലെ മോലവർക്ക് അത്രയും സർട്ടിഫിക്കറ്റ് ചെയ്യാത്ത പഠിച്ചവനെ. അതിനെല്ലാം കോളേജുകാരും ആളുകളും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 12 പേപ്പർ എഴുതുക, എന്താക്കാം 12 സർട്ടിഫിക്കറ്റ് കിട്ടും. അതാ പറയുന്നത് എന്നിട്ടോ വറത്തൽനാഹു തർത്തീല എന്ന് വെച്ചാൽ ഐ നസ്സൽനാഹു കദാലിക മുഫറഖൻ ബിഹസ്ബിൽ വഖാഇ. സംഭവങ്ങൾക്കനുസരിച്ച് കൊണ്ടിട്ട് കഷ്ടമായിട്ട് നമ്മൾ ഇറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് ഇത് ഇറക്കാൻ പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. അതിനാണ് അല്ലാഹു തആല പറഞ്ഞത് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല വലാ യഅതൂനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ് വഅഹ്സന തഫ്സീറാ. ചുരുക്കത്തിൽ അവർ എന്താണോ കൊണ്ടുവരുന്നത് അതിന് തക്കതായ വ്യക്തമായ മറുപടി കൊടുക്കാതെ നമ്മൾ വിടൂല എന്ന് പറഞ്ഞു. ഇതെന്താ പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞ് കുറ്റം ചെയ്താൽ ഈ ശിക്ഷ വരും, ആകാശം പൊട്ടി വീണമെന്നെല്ലാം പറഞ്ഞ് ഒന്ന് പൊട്ടി വീടുമ്പോഴാ നമുക്കൊന്ന് അനുഭവിച്ച് അറിയാലോ. ആ വമിമ്മാ ഖാലൂഹു ലഹു അസ്ഖിത് അലൈനാ സമാഅ കിസഫാ കൈ ഖിതാൻ. ആകാശത്തിനെ കഷ്ടമായിട്ട് നമ്മളെ തലയിലേക്ക് വീഴ്ത്തുക. കമാ സഅംത അന്ന റബ്ബക ഇൻഷാ ഫഅല ദാലിക. അത് നിങ്ങളെ പഠിച്ചവർക്ക് കഴിയുമെന്നല്ലേ പറയുന്നു. എന്നാൽ കഴിയുന്നതുകൊണ്ട് പ്രവർത്തിക്കട്ടെ. ഫറദ്ദല്ലാഹു അലൈഹിം. അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി എന്താന്ന്? ഇനി തലയിലേക്ക് ആകാശൻ്റെ കഷ്ടം വീടാൻ തന്നെ അതിലെന്തോ സാധനം മുകളിൽ വീടുന്നേ പറയുള്ളൂ. അതാ വഇൻ യറൗ കിസ്ഫൻ മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബും മർകൂം. ഇവർ പറഞ്ഞത് പ്രകാരം, ആവശ്യപ്പെട്ട പ്രകാരം ആകാശം പൊട്ടിയിട്ട് ഒരു കഷ്ടം വരെ തലക്ക് വീണെന്ന് പറയും. അത് സാധാരണ ഒരു മേഘമല്ലേ, അതോടൊക്കെ മേഘങ്ങൾ ഇതെല്ലാം ഉണ്ടാവില്ലേ. അതിപ്പം മുഹമ്മദ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഫദർഹും ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്അഖൂൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഇവർ വലിയ അപകടത്തിലാകുന്ന ഞെട്ടിത്തെറിക്കേണ്ടി വരുന്ന സംഭവം വരാൻ പോകുന്ന ഖിയാമത്താണ്. അവിടം വരെ ഒന്ന് കാത്തിരുന്നു, അന്ന് ഇതൊക്കെ സംഭവിക്കാം. ഇനി മറ്റൊന്നാണ് വഖാലു മർറത്തൻ. എന്താ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരോ ഒന്ന് ട്യൂഷൻ എടുക്കലുണ്ട് രാത്രി. എന്നിട്ട് ആ ട്യൂഷൻ എടുത്തിട്ട് പഠിച്ചിട്ട് എന്താക്കും, രാവിലെ നമ്മളോട് വന്നിട്ട് പറയുന്നതാണ്. ട്യൂഷൻ എടുക്കുന്ന ആളാരാന്ന്? അറബി ഭാഷ അറിയാത്ത ഒരാൾ. അറബി ഭാഷ അറിയാത്ത ഒരാളെന്താക്കും, ഇത്രയും സാഹിത്യ സമ്പൂർണമായ അർത്ഥഗർഭമായ ഫസീഹായ അറബി പഠിപ്പിക്കുക. അപ്പം അന്നേരം അതൊരു അത്ഭുതമാണല്ലോ. വഖാലു മർറത്തൻ ബലഗന അന്നല്ലദീ യുഅല്ലിമുക റജുലുൻ ബിൽ യമാമ. യമാമയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്? ശത്രുക്കൾ. അയാളുടെ പേരെന്താന്ന് പോലും യുഖാലുർ റഹ്മാൻ എന്നാന്ന് പോലും. വഇന്നാ വല്ലാഹി ലൻ നുഅ്മിന ബിർറഹ്മാനി അബദ. ആ റഹ്മാൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയില്ല. ഇതാ അപ്പോൾ വഖദ് അനൗ ബിർറഹ്മാനി മുസൈലിമത്തുൽ കദ്ദാബിനെയാണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ടാണ് എന്താക്കുന്നത്, താങ്കൾ ട്യൂഷൻ എടുത്തിട്ട് പോകുന്നത്. വക്കീൽ അനൗ കാഹിനൻ കാനലിൽ യഹൂദി ബിൽ യമാമ. രണ്ടാമത്തെ അഭിപ്രായം, യമാമയിലുള്ള ഒരു യഹൂദിയായ കാഹിനുണ്ട്, സാഹിർ, സിഹിർ ചെയ്യുന്ന ഒരാൾ, അയാളാണ്. വഖദ് റദ്ദല്ലാഹു തആല അലൈഹിം ബി അന്നർ റഹ്മാനൽ മുഅല്ലിമ ലഹു. തങ്ങൾക്ക് പഠിപ്പിക്കുന്ന റഹ്മാൻ ആരാണെന്നറിയ യഥാർത്ഥത്തിൽ ഹുവല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന്. ഇങ്ങനെ പറഞ്ഞ കാഹിനോ മുസൈലിമത്തുൽ കദ്ദാബ് ഒന്നുമല്ല. അതെ, അറബി നാട്ടിൽ അറബി അറിഞ്ഞുള്ളതല്ല. നമ്മൾ മലയാളിയല്ല. എത്ര പേർക്ക് മലയാളം അറിയാം? ഇന്ന് സംസാരിക്കുന്നില്ല യഥാർത്ഥ മലയാളം പറഞ്ഞിട്ട് 2 മാസം പറഞ്ഞിട്ടല്ലോ കേട്ട്. ഇന്ന് സംസാരിക്കുന്ന ലിഖിത മലയാളമായിട്ട് കൊണ്ടുവന്നിട്ടൊന്ന് ഏത് ആ അത് തന്നെ, അതായത് ശരി. അപ്പോൾ അറബി നാട്ടിലാന്ന് പറഞ്ഞാൽ അറബി കൊള്ളുന്നില്ല. ഇപ്പം പറഞ്ഞിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയത് വന്നപ്പോൾ തങ്ങൾ ആയത്തോതി കൊടുത്തില്ലേ? എന്നിട്ട് പറഞ്ഞ എന്തോരം വാചകം പറയുന്നിട്ട് എനിക്ക് തിന്നിട്ടില്ല. അതെ, ബാക്കിയൊന്നും തിന്നിട്ടില്ല. അപ്പം മറ്റോറ് ചോദിച്ചല്ലോ, നീ അറബി സാഹിത്യകാരനായിട്ട് തിന്നിട്ടില്ല എന്ന് പറയുന്നത് അർത്ഥമില്ലല്ലോ. അതാ ഫഖാല തആല ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ്. ഇവിടെ അർ റഹ്മാൻ എന്നുള്ളത് ഷർഹാണ്. അപ്പോൾ ഖുൽ ഹുവ എന്ന് പറയുമ്പോൾ ഹുവാൻ്റെ എങ്ങോട്ടാ ദമീർ എന്ന് തിരിട്ടില്ല ഇപ്പോൾ. അപ്പോൾ സംഭവം കുട്ടി വായിച്ചാൽ തിരിയും ഇവർ പറഞ്ഞ ആ വ്യക്തി. അതാണ് മൂപ്പറെന്താക്കി ബ്രാക്കറ്റ് കൊടുത്തില്ല, അർ റഹ്മാൻ. വഖാല തആല റദ്ദൻ ലിസുആലിഹിം റുഅ്യത റബ്ബിഹിം. ഇനി മറ്റൊന്ന് ആവശ്യമാണ്, റബ്ബിനെ കാണിച്ചു തരണമെന്നാണ്. അത് ആര് ചോദിച്ചിട്ടുണ്ട്? ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് ചോദിച്ചിട്ടില്ല. അരിനല്ലാഹ ജഹറത്തൻ. വഖാല അത് പറയുന്നത് وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا. അടുത്തത് لقد استكبروا في أنفسهم وعتوا عتوا كبيرا. അവിശ്വാസികൾ പറഞ്ഞു ലൗല ഉൻസില അലൈനൽ മലായിക. എന്താ മലായിക്കത്തിന് ഇറക്കാത്തത്? നമ്മൾ കൂട്ടത്തിന്ന് തിന്നുന്ന് കുടിക്കുന്നു, മലമൂത്ര വിസർജനം ചെയ്യുന്നു, ആവശ്യത്തിന് ഉറങ്ങുന്നു, അങ്ങാടി പോകുന്നു. ഇവരെ റസൂലാക്കിയാക്കണ്ട്, മലക്കിനാക്ക്. രണ്ടാമത്തത് ഔ നറാ റബ്ബന. അതാണ് കാലാന്റെ മക്കൂൽ അവിടെ തോന്നില്ല. കദിഷ്ടക്കുമ്പോൾ അതിൽപ്പെട്ടതല്ല. അപ്പോൾ അവിടെ വഖഫ് ചെയ്യണം. وقال الذين لا يرجون لقاءنا لولا
أنزل علينا الملائكة أو نرى ربنا അടയൊക്കെ لقد استكبروا في أنفسهم وعتوا عتوا كبيرا അവിടുന്ന് പോയിട്ട് ഹിജ്റ മഹജൂറ വരെ വരും. രണ്ടാമത്തെ എന്താ റബ്ബിനെ കാണാത്തത്? ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അവിടെ അവരെ പറഞ്ഞ മക്കൂലി പറയപ്പെട്ട സംഗതി അവിടെ തീർന്ന്. ഇനി പറഞ്ഞില്ല ലഖദിസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ വലിയ കിബർ വെച്ച് പുലർത്തുന്നുണ്ട്. എന്നിട്ടോ ആ കിബർ അനുസരിച്ചിട്ട് ഇവർ കുരുത്തം കെട്ട വാക്കുകൾ, അതിന് വിട്ട കാര്യങ്ങൾ ഇവർ സംസാരിക്കുകയാണ്. കബീറ. എന്നിട്ട് പറഞ്ഞു ഇവർ പറഞ്ഞ മാതിരി മലായിക്കത്ത് വരികയാണെങ്കിൽ ഇതാ യൗമ യറൗനൽ മലായിക്കത ലാ ബുശ്റാ യൗമഇദിൻ ലിൽ മുജ്രിമീൻ. മലായിക്കത്ത് ഇങ്ങനെ വന്നിരുന്നുവെങ്കിൽ കുറ്റവാളികൾക്ക് സന്തോഷിക്കാനുണ്ടാവില്ല. മുജ്രിമീങ്ങളല്ലാത്തവർ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. അപ്പം അത് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. ഇന്ന് മുമ്പേ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? അടങ്ങനെ സൃഷ്ടിച്ചു കളിയെന്ന് പറഞ്ഞില്ലേ. عن محمد بن كعب القرظي أن الملأ من قريش أقسموا للنبي صلى الله عليه وسلم أنهم يؤمنون إذا صار الصفا ذهبا. ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ഒരുമിച്ച് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സത്യം ചെയ്ത് പറയുകയാണ്, സഫാ മല എന്താക്കണം? പൊന്നാകണം. വലിയ കൊള്ളടിച്ചില്ലേ, പമ്പിച്ച മലയല്ലേ, അത് മുഴുവനും പൊന്നായാൽ തീർച്ചയായും നാം വിശ്വസിച്ചു കൊള്ളാമെന്ന് തങ്ങളോട് സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം എങ്ങനെയെങ്കിലും വിശ്വസിക്കട്ടെ എന്ന് തങ്ങൾ വിചാരിച്ചെന്താക്കി എന്നാന്ന് ദ്വാരം നോക്കാം. ഇവർക്ക് സാമ്പത്തികമായി ഇതുണ്ടാവും, വിശ്വസിക്കലല്ലേ വേണ്ടത്. ഫഖാമ യദുല്ലാഹ തആല അൻ യുഅതിയഹും മാ സഅലൂ, അവർ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ വേണ്ടി തങ്ങൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഫഅതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വഖാല ലഹു ഇൻ ശിഅത കാന ദാലിക, തങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആകും. പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ ഇതുണ്ട്. എന്താണത്? വലാകിന്നി ലം ആതി ഖൗമൻ ബിആയത്തിൻ ഇക്തറഹുഹാ ഫലം യുഅ്മിനൂ ബിഹാ ഇല്ലാ ഉമിർതു ബിഅദാബിഹിം. ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരായത്ത്, ഒരു ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവർ വിശ്വസിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കഠിനമായ അദാബിന് വിധേയരാക്കും. അത് മുമ്പ് മായിദയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറക്കിത്തരാം. പക്ഷേ ഫമൻ കഫറ മിൻകും ബഅദു ഫഇന്നി യുഅദിബുഹു അദാബൻ ലാ യുഅദിബുഹു അഹദൻ മിനൽ ആലമീൻ. ലോകത്ത് ഇങ്ങനത്തെ ഒരു ശിക്ഷ പറയാൻ കൊടുത്തിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുന്നു. അപ്പോൾ ഇവർ വിശ്വസിക്കില്ല. നമുക്ക് തന്നെ അറിയാം, ഇത് വിശ്വസിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ. വിശ്വസിക്കേണ്ട ഒരാൾക്കാണെങ്കിൽ ഈ തങ്ങളെ നേരത്തെ 40 കൊല്ലം പരിചയപ്പെട്ട ആളുകളുണ്ട്. وفي رواية أتاه جبريل عليه السلام فقال له يا محمد اللهم صل عليه وسلم إن الله يقرئك السلام. അള്ളാഹു തആല തങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു നബിയെ. വയഖൂലു ഇൻ ശിഅത അൻ യുസ്ബിഹ ലക്കും മുസ്തഫാ ദഹബൻ ഫഅൽതും. അവർക്ക് സഫ പൊന്നാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും. കാരണം സഫനെ പാറയാക്കിയ അള്ളാഹു തന്നെ ഉണ്ടല്ലോ. ഫഇല്ലം യുഅ്മിനൂ ബിഹി, എന്നിട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ അൻസൽതു അലൈഹിം അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. ലോകത്ത് ഒരാളെ ശിക്ഷിച്ചിട്ടില്ലാത്ത ആ മോഡൽ ശിക്ഷ ഞാൻ ഇറക്കും. അങ്ങനെ വേണമോ? തെരഞ്ഞെടുത്തോ. വഇൻ ശിഅത അല്ലാ യസീറ ലഹു മുസ്തഫാ ദഹബൻ, സഫ പൊന്നാവണ്ട, അതിനെന്താക്കാം? ഫതഹ്തു ലഹും ബാബ തൗബത്തി വറഹമ, റഹമത്തിൻ്റെയും തൗബയുടെയും വാതിൽ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കാം. ഏതാണ് വേണ്ടത്? അപ്പോൾ തങ്ങളെന്ത് തിരഞ്ഞെടുക്കാം? സഭ പൊന്നായിട്ട് ഇവർ ഹലാക്കാകല ഉദ്ദേശിക്കുന്നു. വഇൻ ശിഅത തറക്തഹും ഹത്താ യതൂബ തായിബുഹും. അപ്പോൾ അതാ പറയുന്നത്, തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്താക്കുക? വെറുതെ വിട്, അവർ തൗബ ചെയ്യുന്നതാണ്, തൗബ ചെയ്യട്ടെ, അതിന് അവസരം കൊടുക്കാം. ഫഖാൽ, തങ്ങൾ പറഞ്ഞു ബൽ ഹത്താ യതൂബ തായിബുഹും, തൗബ ചെയ്യുന്നവർക്ക് തൗബ ചെയ്തുകൊള്ളട്ടെ, അതിനു വേണ്ടി
അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇനി വൈന്നമാ വാഫക, അതിൽ ഒരു ചോദ്യത്തിന് മറുപടിയാണ്. എന്തുകൊണ്ട് എന്നാൽ സഫ പൊന്നാക്കിയിട്ട് അതിനെ കൊണ്ടല്ലേ ആനുകൂല്യം കിട്ടല്? അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുമല്ലോ. വിശ്വസിക്കാഞ്ഞാൽ അദാബ് വരും. അപ്പോൾ പൊന്നാക്കിയാൽ അത് പൊട്ടി വായിച്ചാൽ എന്താ കിട്ടുക? അദാബ് വരും. സഫ പൊന്നാക്കിയാൽ വിശ്വസിക്കൂല, വിശ്വസിക്കാഞ്ഞാൽ അദാബ് വരും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി വയ്ക്കും. സഫ പൊന്നാക്കിയാൽ ഉന്മൂലനാശം വരുന്ന അദാബ് ഇറങ്ങും. അത് തങ്ങൾ തിരഞ്ഞെടുക്കൂലല്ലോ. ഇപ്പം തൽക്കാലം പൊന്നാപാണ്ട് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ എന്താകും? കാലക്രമത്തിൽ ആരെങ്കിലും അവരോ അവരെ പാരമ്പര്യത്തിൽ വിശ്വസിക്കാമല്ലോ. അതാണ് വൈന്നമാ വാഫക സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫത്ഹി ബാബി തൗബത്തി വറഹ്മത്തി, തൗബയുടെയും റഹമത്തിൻ്റെയും വാതിൽ തുറക്കലിനോടാണ് തങ്ങൾ ഇപ്പം യോജിച്ചത്, അല്ലേ? എന്തുകൊണ്ട്? ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമ അന്ന സുആലഹും ലിദാലിക ജഹ്ലും മിൻഹും. നോക്ക്, അവരുടെ പക്കൽ നിന്ന് അവർ പറയുന്നത് വെഡിത്തമാണ് എന്നെന്താക്കുക തങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇവർ വിശ്വസിക്കാനല്ല ചോദിക്കുന്നത്. ഇനി രണ്ടാമത്, ഈ നബിനെ അയച്ചിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൽ ഒരു ഹിക്മത്തുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ കൊണ്ട് ഒഴിവാക്കിയിട്ട് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചപ്പോലെ ഇല്ല. ഒരു റസൂല് വരിക, എന്നിട്ട് കുറേ ബുദ്ധിമുട്ടുക, ബദറും ഹുനൈനും ഖന്തക്കും ഇങ്ങനെ പല യുദ്ധങ്ങളുണ്ടാവുക, നാട്ടിൽ നിന്ന് സഫർ പോവുക, ഇങ്ങനെല്ലാം വേണം എല്ലാം പറഞ്ഞിട്ട് വിശ്വസിച്ചു. പക്ഷെ ആലമൽ ഹിക്മത്തിൽ അങ്ങനെയല്ല അന്നുണ്ടാക്കും. ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാവണം, അദാബ് കണ്ടിട്ട് വിശ്വസിക്കലല്ല. അങ്ങനെയാണ് പിന്നെ അതിന് ഈമാൻ എന്ന് പറയൂല, ദറൂരിയാണ്. ഗൈബ് കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഗൈബ് പറഞ്ഞു തരുന്ന ഒരു മാധ്യമം, ഒരു റസൂലാണ് ഉണ്ടായിട്ട് ആ റസൂലിനെ അംഗീകരിച്ചിട്ട് അങ്ങനെ ഗൈബ് കൊണ്ട് വിശ്വസിക്കണം. ചിലപ്പോൾ ഗൈബ് കൊണ്ട് വിശ്വസിക്കാൻ ഇവർ നഫ്സ് സമ്മതിക്കൂല. ആ നഫ്സിനോട് മുജാഹദ ചെയ്തിട്ട് എന്താക്കണം? ഗൈബ് കൊണ്ട് വിശ്വസിക്കണം. അതാണ് ഖുർആൻ തുടങ്ങുമ്പോൾ തന്നെ ഹുദല്ലിൽ മുത്തഖീൻ. ഇത് പ്രത്യേക കിതാബാകുന്നു. ദാലിക്കൽ കിതാബ്, ഒരു സംശയവുമില്ല. എന്നിട്ടോ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. ആരാ മുത്തഖീൻ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബ് കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്നവർക്ക് ഹുദയുണ്ട്. അപ്പം ഗൈബ് കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ അദാബ് വന്നിട്ട് പിന്നെ ഗൈബ് കൊണ്ടല്ലല്ലോ, ദറൂരിയയില്ലേ? ദറൂരി അനിഷേധ്യമായ രീതിയിലൊന്നില്ല. പിന്നെ ഈമാനിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടില്ലേ? എന്താണ്? ലിഅന്നഹും ഖഫിയത്ത് അലൈഹിം ഹിക്മത്തു ഇർസാലി റുസുൽ, മുർസലീങ്ങൾ അയക്കുന്നതിൻ്റെ ഹിക്മത്ത് ഇവർക്ക് അറിഞ്ഞൂടാ. അതെന്താ? വഹി ഇംതിഹാനുൽ ഖൽഖി, പടപ്പുകളെ പരീക്ഷിക്കുകയാണ്. പടപ്പുകളെ പരീക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ചിലപ്പം ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന അവസരത്തിൽ ഇവരുടെ മനസ്സ് സമ്മതിക്കൂല. കണ്ടതേ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സ് സമ്മതിക്കുമോ? അപ്പോൾ ആ മനസ്സിൻ്റെ സമ്മതക്കുറവിനെ എന്താക്കി അടിച്ചമർത്തിയിട്ട് ഗൈബ് കൊണ്ട് വിശ്വസിക്കല്ല എന്നൊരു ഇംതിഹാൻ അവിടെ ഉണ്ട്. അതിന് പറ്റിയ ആളെ നിയമിച്ചിട്ടുണ്ട്. അതാ തഅബ്ബുദഹും ബി തസ്ദീഖിർ റുസുലി, മുർസലീങ്ങളെ തസ്ദീഖാക്കൽ കൊണ്ട് അവരെന്താക്കി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ലിയകൂന ഈമാനുഹും അൻ നദരിൻ വസ്തിദ്ലാൽ, ചിന്തയും ഇസ്തിദ്ലാൽ, അതായത് തെളിവ് പിടിച്ചുകൊണ്ട് വിശ്വസിക്കലില്ലേ? അപ്പോൾ ആകെ വിശ്വാസത്തിൻ്റെ അല്പം ഇൽമുൽ യഖീൻ ഉണ്ടാകും, ഐനുൽ യഖീൻ ഉണ്ടാകും, ഹക്കുൽ യഖീനല്ല ആകെ അഖീദയിൽ പറയപ്പെടുകയും. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ കേട്ട കേൾവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ തഖ്ലീദാക്കിയിട്ട് അംഗീകരിക്കുക. ആ തഖ്ലീദിൽ ചിലപ്പോൾ ഹുജ്ജത്തുണ്ടാവും. ഇതാണെങ്കിൽ അമേരിക്ക എന്നൊരു നാടുണ്ടാ, എന്താ തെളിവ്? എന്താ തെളിവ്? ഞാൻ പറയുന്നില്ല, സ്ഥാപിക്ക് മാഷ് സ്ഥാപിച്ചിട്ടത്. അപ്പം എന്തായത്? കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് എന്താക്കി? കേട്ട കഴിവിൽ ഇൽമുൽ യഖീൻ എന്താക്കി? ഹക്കുൽ യഖീനെ മർത്തബയിൽ എത്തിയിട്ടുണ്ട്. ഹക്കുൽ യഖീൻ യഥാർത്ഥത്തിലല്ല അതിൻ്റെ ഉദ്ദേശിക്കുന്ന മേന അതല്ലെങ്കിലും ഹക്കുൽ യഖീൻ ആകണമെങ്കിൽ അമേരിക്കയിൽ പോകണം. എന്നിട്ട് അത് അമേരിക്ക തന്നെയാണ് നമുക്ക് തിരിയും വേണം. നിങ്ങളുടെ ഇടയിൽ കൊണ്ട് കീഴിതാ അമേരിക്ക എന്ന് പറഞ്ഞാലും ഇറങ്ങൂലേ? ഇല്ല.
അപ്പം നമ്മൾ കിതാബിൽ പറയപ്പെടുന്ന ഹക്കുൽ യക്കീനായിട്ടില്ല. എന്നാലും ഇൽമുൽ യക്കീൻ എന്തായിട്ടുണ്ട്? ഹക്കുൽ യക്കീനിലേക്ക് എത്തിയിട്ടുണ്ട്. ആ, അപ്പം രണ്ടാമത്തേതാണ് ഐനുൽ യക്കീൻ എന്ന് പറയുന്നത് നദർ ഇസ്തിദ്ലാലിന്റെ തെളിവിനെ മുൻനിർത്തുക. അപ്പൊ നിങ്ങൾ എങ്ങനെ ഗൈബിനെ അംഗീകരിച്ചു എന്ന് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. അതാ ഒരാളതാ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലത്തെ പരിചയമുണ്ട്, അവർ കളവ് പറയൂല. നമുക്കില്ലാത്ത പല ഖുസൂസിയാത്തുകളും അവർക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നദർ ഇസ്ലാനത്തോട് നബിനെ വിശ്വസിച്ചുകൊണ്ട് ബാക്കി വിശ്വസിക്കാൻ, അതാ ഇംതിഹാന്. അതാണെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള റസൂലാകുമ്പോൾ അസൂയ മൂത്തോട് വിശ്വസിക്കാതിരിക്കൽ സ്വാഭാവികമാണ്. അസൂയ മൂത്തോട്ട് വിശ്വസിക്കൂല. ഇപ്പം പറയാം, നമ്മളിവിടെ തന്നെ നമ്മുടെ നാടൻ ആളെ കൂട്ടത്തിൽ നമ്മൾ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല. അങ്ങനെ പച്ച തല്ലിക്കെട്ടെല്ലാം കെട്ടിയിട്ട് ഒരു കുമ്പളങ്ങളൊക്കെ ഇതെല്ലാം ബാധിപ്പെട്ട് കുറേ കോലം കെട്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അയാൾ മുണ്ടേണ്ട താമസം അപ്പം അംഗീകാരം വരും. എന്തുകൊണ്ടാന്ന്? ഈ ഇടയിലുണ്ടാക്കിയ പ്രസക്തി ഉണ്ടാവില്ല. പക്ഷെ ആ പ്രസക്തി ഉണ്ടാക്കിയേ പറ്റൂ നന്നാക്കും. സംഗതി ഇതിനാണ്. അപ്പൊ അങ്ങനെ ആള് വരൂല. നമ്മളെ കൂട്ടത്തിൽ ഇപ്പം ബഷീറുള്ളൊക്കെ എന്നാൽ ഈ ദ്വയൊന്നല്ലോ എന്തോ അത് ഒരു കാലാസില്ലാണ്ട് വിടും. എന്നാൽ നമ്മളെ കൂട്ടത്തിലുള്ള ആളായിരിക്കും ദ്വാരക്കാനായിട്ട് ദ്വാര സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വേറൊരാളാണ്. അയാളതോ വലിയ ഭാഷയ്ക്കിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നാലും തിരക്കുള്ള ഒരു ഫോറിൻ ആള് വന്നല്ലോ എന്ന് വെച്ചാൽ ദ്വാരന്നാൽ യാ അമീ അതൊരു ബഹുമാണ്. അറിയാത്തല്ലോ ദ്വാരക്കും റബ്ബന അതിൽ 8 10 12 എന്ന് വന്നിട്ടാ ചായ. അതങ്ങനെ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ബുദ്ധിശൂന്യതയത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കോട്ടൊന്നും പോലായിട്ട് ഇപ്പം അതിന് പ്രസക്തി ഇല്ലാണ്ട്. ഇനി ഇതിൻ്റെ കോട്ട എന്താണെന്ന് വെച്ചാൽ അത് ഇടണമെന്ന്, അത് പട്ടിക്കാട്ടുന്നാന്ന്, അത് മലപ്പുറത്തുനിന്നാന്ന് പറഞ്ഞാൽ പഴം എന്തുകൊട്ടാ അത് കടലിനക്കരയുന്ന കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്തായി? വളരെ കോട്ടായി. ചിലപ്പോൾ വിദേശത്ത് കൊണ്ടുവരുന്ന സോപ്പായിരിക്കും തേച്ച് വിളിക്കുക. ഇവിടുന്ന് ചന്ദ്രിക വാങ്ങാന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ മുടി കിട്ടുന്നില്ല. ഈ ചന്ദ്രിക അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചോണ്ടിരുന്നത് ആടെ ചന്ദ്രികൻ്റെ ഷാപ്പും ഇതൊന്നുമില്ല. എന്നാലും അത് മനുഷ്യൻ്റെ ഒരു ബുദ്ധിത്തന്നത്. ഏത് ആ ഞാനുണ്ടല്ലോ ഒരു ബോഡി കണ്ണൂർ സിറ്റിയിലുണ്ട്. ഇനി ബോംബെ എന്നും കൊണ്ടാകുന്ന കട്ടർ കൊണ്ടാണ് ഞങ്ങൾ മുറിക്കുന്നത്. ടൈലറുടെ കടയിൽ ബോംബെയിൽ ഉണ്ടാകുന്ന അതിലേക്ക് എന്താ പ്രത്യേകത? പെണ്ണുങ്ങന്മാർ തൂപ്പിക്കാം. ഞാൻ കണ്ടിട്ട് എപ്പം ചിരിക്കും അത് വായിച്ചിട്ട്. അത് ഇവരെ പരീക്ഷിക്കാന്ന്. ഇവരെ കൂട്ടത്തിൽ തന്നെ ജീവിച്ച് വളർന്ന ഒരു ബഷർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശാലത്വം കൊടുത്ത് പ്രത്യേകതയും കൊടുത്തിട്ട് ഇവരെ വിശ്വസിച്ചാൽ അള്ളാഹനെ വിശ്വസിച്ചവരായി. മൻ യുതീർ റസൂല ഫഖദ് അതാ അല്ലാഹ. ഇവിടെ അംഗീകാരം കൊടുത്തോന്ന് അള്ളാഹ്ക്ക് അംഗീകാരം എന്നുള്ള പദവി കൊടുക്കുമ്പോൾ അസൂയ മൂത്തിനെന്താക്കും? അംഗീകരിക്കില്ല. അത് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ. ഇതല്ല പരീക്ഷിക്കുന്നു. മറ്റേതാകുമ്പം അദാബ് കണ്ട് അനുഭവിച്ചതിൻ്റെ പേരിൽ അവർക്ക് വിശ്വസിക്കാനാവില്ല. അപ്പം ഈമാൻ വെറൂരി ഇഖ്തിയാരിയാവണം. അതാ നദർ ഇസ്തിദ്ലാൽ. അപ്പം ഫയഹ്സുലു സവാബു ലിമൻ ഫഅല ദാലിക. അപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സവാബ് കിട്ടും. വയഹ്സുലുൽ ഇഖാബു ലിമൻ അഅറദ അൻഹു. റസൂലിനെ തള്ളിയാൽ ശിക്ഷയും കിട്ടും എന്നതാണ്. അതുകൊണ്ടാണ് ഇത് മാ കശ്ഫിൽ ഖിതാഇ യഹ്മിലുൽ ഇൽമൽ ദറൂരിയ ഫലാ യഹ്താജു ഇലാ ഇർസാൽ റുസുലി. മുഖമൂടി തുറന്ന് കാണണ്ടെല്ലാം കണ്ടതിന് ശേഷം എന്തായാലും വിശ്വസിക്കാവുന്ന റസൂലെ കൊണ്ട് വിശ്വസിക്കുന്ന പ്രസക്തി അവിടെ ഇല്ല. മരിക്കാൻ കിടക്കുമ്പോൾ എന്താക്കും? കണ്ണ് തുറന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളെല്ലാം കാണുന്നത് നല്ല പറയുന്നു. മുമ്പിൽ വന്നാളല്ല അയാൾ കാണുന്നത്. വഅലൈക്കും അസ്സലാം. അതൊക്കെ എന്ന് പറയുമ്പോൾ കണ്ണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നോക്കുന്നുണ്ട് എന്നാണ്, പക്ഷെ അവർ കാണുന്ന കാഴ്ച വേറെയാണെന്നാണ്. അപ്പം വിശ്വസിച്ചോളാം. അപ്പം റസൂലിനെ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഇവിടെ ഇല്ലാണ്ടായി. അതാബ് കണ്ട വകയിൽ വിശ്വസിക്കുക എന്നതായി.
അപ്പം വയഫൂത്തുൽ ഈമാനു ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കാവുന്നത് ഇവിടെ ഇല്ലാണ്ടായി അല്ലേ. ഒന്ന് വഅയ്ദൻ ലം യസ്അലു മാ സഅലു മിൻ തിൽക്കൽ ആയാതി ഇല്ലാ തഅന്നുതൻ വസ്തിഹ്സാഅൻ. ഈ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവനും വിശ്വസിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, തങ്ങൾ വെറുതെ സുഖമുണ്ടാക്കുക, തങ്ങളെ പരിഹസിക്കുക എന്നത് മാത്രമാണ്. ലാ അലാ ജിഹത്തിൽ ഇസ്തിർഷാദ്, ഒരു കാര്യം അറിയണം എന്നിട്ട് നേർവഴിയാകണം എന്ന ഉദ്ദേശം അവർക്കില്ല. എന്തുകൊണ്ട് ഇത് ഖദ് ജാഅതുഹും ആയാതുൻ അഅലമ മിമ്മഖ്തറഹു, ഇവർ ആവശ്യപ്പെടുന്ന ഇക്കാര്യത്തിൻ്റെ മുമ്പും പല ദൃഷ്ടാന്തങ്ങൾ തങ്ങൾ ജനിച്ച മുതലേ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും തെളിവഴിച്ച പോരാ. അപ്പം അതെല്ലാം തള്ളിക്കളഞ്ഞാക്കി ബലാമൊന്നും തള്ളിക്കളിയില്ലേ. ഫലം യുഅ്മിനു ബിഹാ മസലൻ വദാലിക കൽ ഖുർആനിൽ അസീസ് അൽ മുസ്തമിലി അലൽ അഖ്ബാരി ബിൽ മുഗയ്യബാതി വ അഖ്ബാറുൽ ഉമ്മ സാലിഫ. ധാരാളം ഗൈബിയായ വാർത്തകളും അതുപോലെ മുൻകഴിഞ്ഞ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള അമ്പിയാക്കളുടെയും മറ്റും ചരിത്രങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഖുർആൻ ഇവരുടെ മുമ്പിലുണ്ട് അല്ലേ. അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അതല്ലാത്ത അതിനേക്കാണ് മൂല്യം കുറഞ്ഞത് ഇവർ ചോദിക്കുന്നത്. കമാ ഖാല അല്ലാഹു തആല അവലം തഅതിഹിം ബയ്യിനതം മാ ഫിസ് സുഹുഫിൽ ഊലാ അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. പല ദൃഷ്ടാന്തങ്ങൾ ചോദിക്കേണ്ട, ബയ്യനത്തായിട്ട് എന്ത് മതി? നാം അവർക്ക് ഓതപ്പെടുന്ന ഒരു കിതാബ് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ വേണ്ടതുള്ളൂ. അതിലെന്തുണ്ട്? മുൻകഴിഞ്ഞ എല്ലാ ചരിത്രങ്ങളും ഉണ്ട്. തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവ ചിന്തിക്കുന്നതൊക്കെ മതിയല്ലോ. മാത്രമല്ല ഖുർആൻ ഇറക്കുന്നതിൽ എന്തുണ്ട്? ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. പ്രത്യേകമായ റഹ്മത്തും അതിലടങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും ആവശ്യമായ പലതും അതിലുണ്ട്. അപ്പോൾ മറ്റുള്ളതിൽ എന്തുണ്ടാകും? വിശ്വസിക്കുന്നില്ലെങ്കിൽ അപകടം വരും. وقد اشتمل كثير من الصور على جملة من الآيات. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട പലതും ഉൾക്കൊള്ളുന്ന സൂറത്തുകൾ കാണാത്ത സൂറത്തിൽ അൻആം എടുത്ത് നോക്ക്. നമ്മി അടുത്ത് തുടങ്ങാൻ പോകുന്നതല്ലേ. ലോകം മുഴുവൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് കാണിക്കുന്നത്. അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, കൊമ്പള കാണുന്നില്ലേ, വത്തക്ക കാണുന്നില്ലേ, പടവളം കാണുന്നില്ലേ, പന്തൽമ കയറ്റുന്ന ചെടികൾ കാണുന്നില്ലേ, ഭൂമിയിൽ എഴഞ്ഞു പോകുന്ന ചെടികൾ കാണുന്നില്ലേ, സസ്യങ്ങളായി വളർന്നിക്കുന്ന ചെടികൾ കാണുന്നില്ലേ? ഇതെല്ലാം ആരുണ്ടാക്കി? സൂറത്തുൽ അൻആമിലുണ്ട്, സൂറത്തുൽ നഹലിലുണ്ട്, സൂറത്തുൽ ശുഅറായിലാണ് അമ്പിയാക്കളെ പലരുടെ ചരിത്രമുള്ളത്. സൂറത്തുൽ അൻആം ലോകം തന്നെ എത്തി. നമ്മളെ കുടുംബം മുതൽ ആഗോള അടിസ്ഥാനത്തിൽ സൂറത്തുൽ നഹൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ആൺമക്കളും പെൺമക്കളും ഇല്ലേ? കുടുംബത്തിൽ ആദ്യം കാണില്ലേ, കുടുംബത്തിൽ ആൺമക്കളും പെൺമക്കളും ഇല്ലേ? അവർക്ക് പേരക്കുട്ടിയുണ്ട്. നിങ്ങളെ മക്കളാല് അതാണ് ആദ്യം ചോദിക്കുന്നത്. എന്നിട്ടാണ് ആകാശം ഭൂമി ഇങ്ങനെ പറഞ്ഞിട്ട് ആഗോള അടിസ്ഥാനത്തിലേക്ക് കിടക്കിയത്. അപ്പം ലോകത്തിൻ്റെ ഒരു തുറന്ന ഒരു അധ്യായമാണ് ഖുർആനിലുള്ളത്. ശുഅറായിൽ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അമ്പിയാക്കളുടെ ചരിത്രങ്ങളുണ്ടാവും. എന്താ എന്നിട്ടോ വഖാല ഫീഹ സൂറത്തു ശുഅറാ നോക്ക്, അഖിബ കുല്ലി ആയത്തിൻ ഇന്ന ഫീ ദാലിക ലആയതൻ എന്നുള്ള സമാപിക്കുന്നുണ്ടാകും. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ ഹകീം. ഓരോ ആയത്ത് തീരുമ്പോൾ ഇന്ന ഫീ ദാലിക ലആയതൻ. എന്നിട്ട് ലാസ്റ്റ് സമാപനത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞിടത്തോളൊന്നും പോരെ. അവലം യകുൻ ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനീ ഇസ്രായീൽ. ബനൂ ഇസ്രായേലിലുള്ള ഉലമാക്കളില്ലേ, ഓർക്ക് തങ്ങളെപ്പറ്റി അറിയാം. എന്തുകൊണ്ട്? ഓരോ കിതാബിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയാണ്, എന്നാലും ലോകത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഖുർആൻ കൊണ്ടുവരുമെന്ന് അതിലുണ്ട്.
വഹും യഅലമൂന അന്നല്ലദീ ജാഅഹും ബിഹി ലം യഖ്റഅ വലം യക്തുബ് വലം യതഅല്ലം. കണ്ടോ? ആ ഖുർആൻ കൊണ്ടുവന്ന അന്നല്ലദീ എന്ന് പറഞ്ഞ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅഹും ബിഹി, ഖുർആൻ കൊണ്ടുവന്ന് ലം യഖ്റഅ വലം യക്തുബ്, എഴുതിയിട്ടുമില്ല വായിച്ചിട്ടുമില്ല, വലം യതഅല്ലം പഠിക്കാൻ പറ്റില്ല, പഠിക്കാൻ പാഠശാലയുമില്ല, വലം യന്തഖിൽ മിൻ ബൈനി അദ്ഹുരി, നാട് വിട്ടിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കടലക്കര പ്ലെയിൻ കയറിയിട്ട് പോയിട്ട് ഇനി അതിനും പ്രസക്തിയില്ലേ, പിന്നെ ഇവിടെ ആകാശത്തിലേക്ക് കൊണ്ടിരുന്നു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. എന്നാൽ വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ കമ്മിറ്റിക്കാരൊന്നും പരിഗണിക്കുന്നില്ലല്ലോ. കമ്മിറ്റിക്കാർ ഓറൊത്ത് നീങ്ങണം, കുറഞ്ഞ ശമ്പളം കൊണ്ട് വരുത്തപ്പെടണം, എന്നാൽ ഓക്കെ ഇൻറ്റു 1000. നമ്മളൊന്നും ഇതുവരെ കൂട്ടി വെച്ചിട്ടില്ല. അപ്പം നിങ്ങളെ കോട്ട എന്താന്ന് ഞാൻ ആർക്കും ചോദിച്ചാൽ ബഷീർ ഹുസൈൻ ചോദിച്ചോട്ടെ. ഓർ കൊത്ത് നിന്നാൽ മതി. അപ്പം തങ്ങൾ പുറത്ത് പോയിട്ടുമില്ല. ആകെ പോയതപ്പോൾ അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് പോയിട്ട് മടങ്ങി. പിന്നെ രണ്ടാമത്തെ ഒരു പോക്ക് എപ്പാന്ന് ഖദീജ ബീവിൻ്റെ കച്ചവടത്തിന് പോയത്. ആ അന്ന് അങ്ങനെ തന്നെ ആക്കിയതാന്ന്. അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിട്ടാ വന്നിപ്പോൾ എന്താ വന്നേക്കണ്ട. അതെ, ഇനി പോകുന്ന സ്ഥലത്ത് കോളേജ് ഉണ്ടാകും. എനിക്ക് കച്ചവടത്തിന് പോകുമ്പോൾ കോളേജിൽ കയറാൻ നേരം ഉണ്ടാകും. അതങ്ങനെ എത്ര ശീലിച്ചു. ഒമാ ജാഅ ബിദാലിക ഇല്ലാ ബഅദ അൻ ബലഗ 40 സന, ഇങ്ങനെ 40 കൊല്ലം അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടി. ഖാല തആല റദ്ദൻ അലൈഹിം ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ അല്ലാഹുവിൻ്റെ കലാം കൊണ്ടുവരുന്നു അല്ലേ, അതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കൂടെ കുറേ കൊല്ലം നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞുകൂടിയിട്ടില്ലേ? 40 കൊല്ലം കഴിഞ്ഞുകൂടിയാണ്. അസമയത്തൊന്നും ഉണ്ടാക്കില്ല, ഞാനിങ്ങനെ ഖുർആൻ ഓതിയിട്ടില്ലല്ലോ. എന്താ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഇത് നോക്ക്, മൂസ അലൈഹിസ്സലാമും നബി തങ്ങളുടെ കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലമായിട്ട് 8000 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടെ. ഇപ്പം പറയപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ തന്നെ ആ 2 കൊല്ലത്തെ ചരിത്രം ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും അറിയില്ല. 2 കൊല്ലം. ഇപ്പം നോക്ക്, തളിപ്പറമ്പിൽ ഹയാത്തോടെ ജീവിച്ച് കുറേ കൊല്ലം സേവനം ചെയ്താണ് മുഹമ്മദ് അർക്കാന്ന് പറഞ്ഞാൽ അബ്ദുള്ള ഉസ്താദ് മുഹമ്മദ് അർക്കാർ ഉപ്പ. ലോകപ്രസിദ്ധനായ ആലിമായിരുന്നു, വലിയായിരുന്നു, കുറേ തസാനീഫ് ഉണ്ടാക്കിയ ആളായിരുന്നു. ഓരോ മക്കളും പേരക്കുട്ടികളും പുയ്യാപ്പിളാറും ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ഓറപ്പറ്റിയിട്ട് ഒരു ചെറിയ ലഘുലേഖ എഴുതാൻ വേണ്ടി എന്തെങ്കിലും ചരിത്രം പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ഓർക്ക് താടിയല്ലുണ്ടായിന് വലിയ മുലർക്കാന്ന് പറയുന്ന കേട്ടണെന്ന് ആകെ എഴുതിട്ടു. ആകെ ഒരു മഹാൽ വ്യക്തിത്വത്തിൻ്റെ ചരിത്രമായി പറയുന്നത് ആര് കണ്ട കുടുംബക്കാർ. അപ്പോൾ എത്രയോ 1000 കൊല്ലം മുമ്പ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവം കണ്ണിൽ കണ്ടതുപോലെ എന്താക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, മൂസാ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലാണ്ട് എങ്ങനെ പറഞ്ഞു? വായിച്ചിട്ടാ? എവിടെ വായിച്ചത്? അതൊരു തെളിവാണല്ലോ. അതാണ് വഖാല ഹക്കബ ഖിസ്സത്തി മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ പറഞ്ഞിട്ട് പറയുന്നത്, വമാ കുൻത ബിജാനിബിൽ ഗർബി ഇദ് ഖളൈനാ ഇലാ മൂസൽ അംർ. മൂസ അലൈഹിസ്സലാമിന് കുറേ സംഭവങ്ങൾ കഴിഞ്ഞ് തൂർ സീനാ മലയിൽ വെച്ചിട്ട് മൂപ്പർ അല്ലാഹു തആല ഇസ്തിഫാ ചെയ്ത് റിസാലത്ത് കൊടുത്ത് അല്ലാഹുവിൻ്റെ കലാം കേട്ട് ഇതല്ലേ. ആ സമയത്ത് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവോ? ആ പള്ളക്ക് തങ്ങളിങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് എല്ലാം കാണുകയാണ് ചെയ്തിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വമാ കുൻത മിനശ് ശാഹിദീൻ. ഈ സംഭവങ്ങളൊന്നും സാക്ഷ്യം വഹിച്ച കൂട്ടത്തിലല്ലല്ലോ തങ്ങളുള്ളത്. പക്ഷെ പെണ്ണ് കെട്ടി എന്നിട്ടോ വലാകിന്നാ അൻശഅനാ ഖുറൂനാ ഫതതാവല അലൈഹിമുൽ ഉമർ. മൂസ അലൈഹിസ്സലാമിൻ്റെ താരീഖ് മുതൽ തങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ എത്ര 1000 കൊല്ലം തലമുറ കഴിഞ്ഞുപോയി. അല്ല, ഒരു തലമുറയിലാണെങ്കിൽ പരസ്പരം അറിയുന്ന ആളോട് ചോദിച്ചിട്ട് പറയാൻ നോക്കാം.
ഒരു 100 വയസ്സ് ജീവിച്ചിരിക്കുന്ന ആളോട് എന്നൊക്കെ അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 10-50 കൊല്ലത്തെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ ചോദിച്ചറിയുന്നില്ല. ഇതങ്ങനത്തെ കർണല്ലല്ലോ. മൂസ അലൈഹിസ്സലാം മുതൽ അൻഷൈന ഖുറൂന ഫതതാവല അലൈഹിമുൽ ഉമർ, ഓരോ തലമുറകൾ അല്ലാഹു തആല കൊണ്ടുവന്നിട്ട് അതെല്ലാം പോയി 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 തീർന്നിട്ട് എത്ര ആയിരം കൊല്ലം പിടിച്ചിട്ടുണ്ടാവും. അതാണ് ഇന്ന് കണ്ണിൽ കണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് 2 وما كنت ثاويا في أهل مدين تتلو عليهم آياتنا ولكننا كنا مرسلين. മദീനയിലേക്ക് പോയില്ലേ മൂസ അലൈഹിസ്സലാം? വഅലൈക്കുമുസ്സലാം. എന്നിട്ടല്ലേ ശുഐബ് അലൈഹിസ്സലാമിലേക്ക് നടന്നു പോയത്? അന്നും അത് റിസാലത്ത് അറിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അള്ളാൻ്റെ മുമ്പിൽ ഒരു മുഖ്താറായ ആൾ തന്നെ, പക്ഷെ സമയം കൊടുത്തിട്ടില്ലല്ലോ. എന്നിട്ട് അവിടെ ശുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾക്ക് വെള്ളം കോരി കൊടുത്ത് എന്നിട്ട് അവസാനം ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് കുറച്ച് നോക്കുമ്പോൾ എന്തായി, ഒരാൾ കൂട്ടാൻ വന്ന് ഉപ്പ വിളിക്കാൻ അയച്ചതാണ്. അങ്ങനെ പോയി അവിടെ പോയി താമസിച്ച് 10 കൊല്ലം നിങ്ങൾ താമസിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ സംഭവം കഴിഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ മദീനയിലുണ്ടായിരുന്നു എന്നാണ് തങ്ങളോട് ചോദിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ? പിന്നെ എങ്ങനെ പറഞ്ഞു? അത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ സംഭവമാണ് ഫീ അഹ്ലി മദിയൻ. എന്നിട്ട് ഭാര്യയും കൂട്ടിച്ച് വരുമ്പോൾ എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ജാനിബി തൂറ് സീനായിൽ പ്രകാശം കണ്ടു, പ്രകാശത്തിലേക്ക് ആകർഷിച്ച് പോയി എന്നപ്പോഴാണ് വഹി കിട്ടുന്നത്. ആ സമയത്തും തങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ തങ്ങൾ പറഞ്ഞത് ഹക്കായ ഗൈബായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് അല്ലാഹു തആല ഇറക്കി വെക്കുന്നത്. ഇനിയും നമ്മൾ എളിയ തലച്ചോറോട് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഇനി വഖാല തആല ഫീ ഖിസ്സത്തി മറിയം ബീവിയുടെ കിസ്സ പറഞ്ഞില്ലേ? ഉമ്മ നേർച്ചയാക്കിയ കാലം മുതലുള്ള സംഭവം പറഞ്ഞു. നദർത്തുലക ഫീ മാ ഫീ ബത്നി മുഹററ എന്നിട്ട് നേർച്ചയാക്കി മുതൽ അങ്ങനെ ഇങ്ങോളം സംഭവം വന്നിട്ട് ആ പറഞ്ഞ സ്ഥലത്ത് എന്താ പറഞ്ഞത്? വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം ബീബിയെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നവർ ആരാണ് എന്നുണ്ടാക്കി ബൈത്തുൽ മുഖദ്ദസിൻ അവിടെ തർക്കമുണ്ടായില്ല. എന്നിട്ടാണല്ലോ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേന വെള്ളത്തിലിടുക. എന്നിട്ട് ആൾക്കാരോ പ്രൈസ് കിട്ടിയത് അവർക്ക് മറിയം ബീബിനെ കൊടുക്കാം. സക്കറിയ അലൈഹിസ്സലാമിനാണ് കിട്ടിയത്. ആ സമയത്ത് തങ്ങളവിടെ ഉണ്ടായിരുന്നോ? അയ്യുഹും യക്ഫുലു മറിയം വമാ കുൻത ലദൈഹിം ഇദ് യഖ്തസിമൂൻ. നമുക്ക് കിട്ടണോ എന്ന് മറിയം ബീബിനെ പറ്റി തർക്കം കൂടും നിങ്ങില്ലല്ലോ. അപ്പോൾ സംഭവം 2 പറഞ്ഞു. വഖാല തആല ഫീ ഖിസ്സത്തി യൂസുഫ വ ഇഖ്വതിഹി അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കിസ്സ നോക്ക്. അത് അതിൻ്റെ കുറച്ചുകൂടെ മുമ്പാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകനാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ മകനാണ് യാക്കൂബ്. യാക്കൂബിൻ്റെ 12 മക്കളാണ് ഈ സംഭവത്തിലുള്ള കഥാപുരുഷന്മാർ. ഇതല്ലേ അന്ന് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകും. അതാ ചോദിക്കുന്നത്. വമാ കുൻത ലദൈഹിം ഇദ് അജ്മഉ അംറഹും വഹും യംകുറൂൻ. യൂസഫിനെ കൊല്ലണമോ അല്ല ആളറിഞ്ഞ സ്ഥലത്ത് വിളിച്ചെറിയണമോ ഒറ്റക്കിണറ്റിലിടണമോ എന്നെല്ലാം ചർച്ച രഹസ്യമായി ചെയ്തു കൂട്ടിയില്ലേ. എന്നിട്ട് അവസാനം എന്താക്കി? ഫീ ഖയാബത്തിൽ ജുബ്ബി, ഒട്ടക്കിണറിലിടാം, കൊല്ലണ്ട. എൽത്തക്കിത്തുഹു ബഅലു സയ്യാറ, ആരെങ്കിലും യാത്രക്കാർ വഴിപോക്കന്മാർ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൂടി തീരുമാനിക്കുമ്പോൾ ആ യോഗത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടി ഈ വാർത്ത? ഇനി കുറച്ചും കൂടി നമുക്ക് അങ്ങോളം പോവാം. വഖാല ഫീ ശൈനി ആദം അലൈഹിസ്സലാമിൻ്റെ ശൈനെടുക്ക്. ആദം അലൈഹിസ്സലാമിൻ്റെ അപ്പുറം മനുഷ്യന്മാരില്ലല്ലോ. അപ്പോൾ ആദം അലൈഹിസ്സലാമും അവർക്ക് റൂഹിട്ടതും അല്ലാഹു തആല ഇൽമ പഠിപ്പിച്ചതും മലായിക്കത്തിനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചതും ആ സംഭവങ്ങളെല്ലാം അന്ന് തങ്ങൾ ഒന്നിച്ചുണ്ടാകും. അതാ എന്നിട്ടെന്ന് മാ കാന ലിയ മിൻ ഇൽമിൻ ബിൽ മലഇൽ അഅ്ലാ ഇദ് യഖ്തസിമൂൻ
മല ഉൽ അയല എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത പ്രത്യേക മലായിക്കത്തിനാണ് പറയുന്നത് മല ഉൽ അയല. അവരെ പറ്റി എനിക്ക് വിവരമില്ല. ഇത് യഖ്തസിമൂൻ എന്നിട്ടോ ഇൻയൂഹ ഇലയ്യ, എനിക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ അവരെ പറ്റിയിട്ട് വിവരം കൊടുക്കാൻ ഒരു മാധ്യമവും വിടില്ല. വഹിയല്ലാത്ത വേറെ മാർഗമില്ല. അത് ഞാൻ പറഞ്ഞു തന്നാൽ വഹി ഉറച്ചില്ലേ? ഇതാ ഇന്നമാ അന നദീറും മുബീൻ. എന്നിട്ടോ മല ഉൽ അയലാനെ പറ്റി ആദ്യം വിവരമില്ലാതെ പറഞ്ഞിട്ട് സുമ്മ യുബയ്യുന കിസ്സത്തൽ മല ഇൽ അയല. കിസ്സ അതാ തുടങ്ങുന്ന ബിക്കോലി ഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലായിക്കത്തിനോട് പറഞ്ഞു അല്ലാഹു തആല. സൂറത്ത് സുമറിന് എടുത്തിട്ട് ആ സൂറത്ത് തീരാൻ പോകുമ്പോണ്ടാണ് സുമറിലാന്ന് വലഭാഗത്തെ പേജിലാണ് വേണ്ടത്. ഓർമ്മയുള്ളതാണ് പറ. കിട്ടിയാ? വലഭാഗത്തെ പേജിൽ പോകണം നമ്മുടെ ഓർമ്മ. ഷീലിൻ്റെ കിട്ടൽ അല്ല, ഇത് ആ ആയത്തല്ലല്ല. ഇതുകൊണ്ടാണ് മാക്കാൻ അലിയ മിൻ ഇൽമിൻ. അതാണ് നമ്മളിപ്പോൾ ചർച്ചാ വിഷയമുള്ള ആയത്ത്. പക്ഷെ വിഷയം സബ്ജക്റ്റിലൊന്നാണ്. എന്നാലും പരിധി പിടിക്കൂപ്പോൾ. കിട്ടി 457 വലഭാഗത്തെ പേജ് തന്നെ. സുമറിൻ്റെ മുമ്പത്തെ സൂറത്താണ്. സുമറിൻ്റെ മുമ്പത്തെ മുമ്പാണ് 457. എന്താ പറയുന്നത്? മാ കാന ലിയ മിൻ ഇൽമിൻ ബിൽ മലഇൽ അഅ്ലാ ഇദ് യഖ്തസിമൂൻ ഇൻ യൂഹാ ഇലയ്യ ഇല്ലാ അന്നമാ അന നദീറും മുബീൻ. അവിടുന്ന് സബ്ജക്റ്റ് ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖും ബശറൻ മിൻ തീൻ. കളമണ്ണിലെ ഒരു ബശറിനെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് എന്ന് മലായികത്തിനോട് പറഞ്ഞു എന്നാ ആദം അലൈഹിസ്സലാമിൻ്റെ തുടക്കമായി പറയുന്നു. അപ്പോൾ അതിലേക്ക് ചരിത്രം എത്തൂല, വഹിയിൽ കൂടി അല്ലാതെ ചരിത്രം എത്തൂല. എന്നിട്ടോ فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. അവനെ സ്റ്റഡിയെല്ലാം ശരിയാക്കി, അവൻ ബോഡി ശരിയായി. അതിനെന്താക്കണം? അത് സവൈത്തുഹ ബോഡിയാണ്. അതിൽ റൂഹിനിട്ട്, ഏത് റൂഹ്? അള്ളാൻ്റെ റൂഹല്ല, അള്ളാഹിനെക്കൊള്ള ചേർക്കപ്പെടുന്ന റൂഹ് മിസ്ബ. എന്നിട്ട് അള്ളാഹിൻ്റെ റൂഹ് മുറിച്ചിട്ട് അങ്ങനെയാണെന്നല്ല ഇപ്പോൾ കള്ളത്തരിക്ക് തിരക്ക് കിട്ടിയത്. അള്ളാഹിനെന്താക്കി ഒരു കഷ്ടം മുറിച്ചു വരും, മുറിച്ചിട്ട് എന്താക്കി അതിട്ടു. അല്ല, അത് ഉടനെ പരിഹരിക്കും പോലും. അത് ഈ കരൾ ഓപ്പറേഷൻ ചെയ്ത കട്ട് ചെയ്താൽ അച്ചമയത്തിനുള്ള കരൾ നീർത്തും എന്നാണ് പറയുന്നത്. അതിനൊന്നും തെളിവ് പറയുന്നു. അംഗീകരിക്കാത്തവരെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച. അംഗീകരിക്കണമെങ്കിൽ അതിന് മറ്റൊരു കിതാബ് അവരുടെ ചരിത്രത്തിന് വേണ്ടേ? അംഗീകരിക്കാവുന്ന എന്താക്കുന്നറിയോ? പോപ്പന്മാരെടുത്ത് പോകും.
ഈ കിതാബിനെ പറ്റി പഠിച്ച അഹ്ലു കിതാബുണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മളെ നാട്ടിൽ മുഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട് ശരി തന്നെയാണോ എന്ന് ചോദിക്കും. ഓരോ കിതാബ് എടുത്തിട്ട് പറയും ശരി തന്നെയാണ്. അത് പോയി അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പം റൂഹ് അങ്ങോട്ട് ഊതിക്കഴിഞ്ഞാൽ ആദം അലൈഹിസ്സലാം ആരായി? വലിയൊരു മഹാനായി. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? സുജൂദ് ചെയ്തിട്ട് അവർ മുമ്പിൽ വീഴണം. അപ്പം കഴു എന്നുള്ള നമ്പറാന്നു കാഴ് അതായത് ഫീലുണ്ടായിരുന്നു ചില അതെ അതെ. അപ്പോൾ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ് ഇസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവിടെ നിന്ന് അങ്ങോട്ട് ഇബ്ലീസിനെ പുറത്താക്കലും ഇബ്ലീസിനെ ശപിച്ചയക്കലും അതെല്ലാം ആ സംഭവത്തിനെ തുടർന്നിട്ടുണ്ടായി. ഇത് തങ്ങൾക്ക് വഹിയിൽ കൂടി കിട്ടിയതാണ്, മറ്റെനിക്ക് സ്വന്തമായ വിവരം ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴും കുറവായില്ലേ? അതിനുണ്ട് എന്ന് പറഞ്ഞ കുറവ് അപരിഹരിച്ചില്ലേ? അല്ല, ഇല്ല എന്ന് പറയുന്നത് കുറവാണെങ്കിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പരിഹാരമായില്ലേ? അതെന്താ നോക്കാത്ത? അപ്പം ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ ആയത്ത് തീരണം നോക്കിക്കോന്നു. ഇപ്പം ഞാൻ കുറച്ച് നോക്കി. ഇനി വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. ഇതിൻ്റെ മുമ്പ് തങ്ങളൊരു കിതാബ് വായിക്കുന്നവരല്ല, കൈകൊണ്ട് എഴുതുന്നവരുമല്ല. അപ്പം ഉമ്മിയായിരുന്നു. ഉമ്മിയാണ് അല്ലേ? അങ്ങനെ വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ തങ്ങളെ ബാത്തിലാന്ന് പറയുന്നതൊക്കെ തെളിവായി മാറും. കാരണം അയാൾക്ക് പണ്ടേ എഴുതാനും വായിക്കാനും അറിയില്ല. അയാളൊരു പുസ്തകം എഴുതിയതിന് എന്താ അത്ഭുതമുള്ളത്? എഴുതാനും വായിക്കാനും അറിയാത്തൊരാൾ എഴുതുമ്പോൾ അതിന് അത്ഭുതമുള്ളൂ. അതിനല്ലേ തങ്ങളെ ഉമ്മിയാക്കി വളർത്തിയത്. അതാണ് ബുസ്രി ഇമാം എന്താക്കിയത്? പല ദൃഷ്ടാന്തങ്ങളും അവതരിപ്പിച്ച് ലാസ്റ്റ് എന്ന് പറഞ്ഞു എന്തിന് ഇത്ര അധികം പറയുന്നത്? കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വത്തദീബി ഫിൽ തുമീൻ. അത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് പറയുന്നത് മൂപ്പർ ദുആയിലേക്കാണ്. ഖദംതുഹു ബിമദിഇൻ. ഞാൻ ചെറിയ മദ്ഹ കൊണ്ട് ഹിദ്മത്ത് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ദോഷം പൊറുക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദുആയിലേക്ക് കടന്നത്. വെറുതെ വിഷയം അവസാനിപ്പിക്കുന്ന അവിടത്തേക്ക് എന്താ ഇത്ര അധികം അവൻ രണ്ട് സാക്ഷി പോലെ. അപ്പോൾ ഉമ്മിയായ ആൾക്ക് ഇൽമുട്ടുക അത് സ്വാഭാവികമല്ല അല്ലേ മാഷേ? കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഒരു തെളിവ്. രണ്ടാമത്തെ വത്തദീബി, എല്ലാ വിഷയത്തിലും അദബും അടുക്കും ചിട്ടയുമുള്ള ആളായി മാറുക. അത് ഫിൽ യുത്തുമി, താങ്കൾ യതീമായി വളർന്ന ആളാണ്. യതീം ആവാത്താക്കാൻ അച്ചടക്കമോ അല്ലെങ്കിലോ അതമോ ഇല്ല. അപ്പം അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അതമോ കണ്ടില്ലേ? ഇന്നലെ ഞാനല്ല ഓതി എന്താണ് ഇത്? ഈലെ കേട്ട് അതിലെ വിഴലല്ല വേണ്ടത്, ഈലെ കൂടി പോയി ജീവിതത്തേക്ക് എത്തണം. അപ്പം മറ്റേ ചെവി അടുക്ക ചൂർന്നു പോകുന്നുണ്ടെങ്കിൽ ഈ രണ്ട് തെളിവ് പോലെ പിന്നെന്തിനാ ബാക്കി തെളിവ് അന്വേഷിക്കുന്നത്? കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി. ജാഹിലിയ കാലമാണ്. വത്തഅദീബി ഫിൽ ലുതുമി. അല്ല, ജാഹിലിയ കാലം എല്ലാവരുമെങ്കിൽ അയാൾ ബാധ കെട്ടിട്ടാന്ന് പള്ളിയുടെ മുമ്പിൽ പോയിട്ട് അയാൾ ഇരിക്കലുണ്ട്, അല്ല അതുണ്ട്, ആ കേൾക്കേണ്ട മാധ്യമങ്ങളൊന്നും ഇവിടെ ഇല്ല. ജാഹിലിയ കാലം ആവുക, ഉമ്മിയാവുക, ഇൽമുണ്ടാവുക, ഇത് തമ്മിലെന്താ? അത്ഭുതം തന്നെയാണ്. بل هو آيات بينات في صدور الذين أوتوا العلم. ഇൽമ നൽകപ്പെട്ട അൽ ഉലമാ ഉണ്ടല്ലോ, അൽ ഉലമാഇൻ്റെ മനസ്സിലാണ് ഏതുള്ളത്? ഖുർആനുള്ളത്. തങ്ങളുടെ നാവിൽ കൂടി കേൾക്കും, കാത് കൊണ്ട് കേൾക്കും, തങ്ങളുടെ നാവ് കൊണ്ട് ഓതും, കാത് കൊണ്ട് കേൾക്കും. അതുകൊണ്ടേക്കൽ എടുത്തേക്കാന്ന് ഊത്തുൽ ഇൽമാൻ്റെ കൽബിലുണ്ടാകുന്നത്. കൽബിലാർക്കുണ്ടത്? അത് ഇനിയും നിഷേധിക്കുന്നെങ്കിൽ ലാലിമ്യങ്ങളായതുകൊണ്ടാണ്. അതാ ശനി സമ്മാസ ചോദിച്ചതിൻ്റെ ഉത്തരം അടുത്ത് തന്നെ പറയുന്നതാ. വകാനു, അവർ ആരെ കുല്ലമാ സമിഉ മിൻ ഖിസ്സതൻ ഖിസ്സത അഖ്ബാരിൽ അംബിയാഇ വൽ ഉമ്മി സാലിഫത്തി. മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെയും അതുപോലെ തലമുറയുടെയും കഥകൾ കേൾക്കുമ്പോൾ
യസ്അലൂന അൻഹാ ഉലമാ അൽ യഹൂദി വൻ നസാറ. യഹൂദികളും നസാറാക്കളുമായ കിതാബ് ഇറക്കപ്പെട്ട കൂട്ടരുണ്ടല്ലോ, അവരുടെ ആലിമ്യങ്ങൾക്ക് പോലും ചോദിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ കാര്യമുള്ളത് എന്ന് ബോധ്യപ്പെടും. വലം യജിദു അലൈഹി ഖലലൻ ഫീ കലിമത്തിൻ ഖത്ത്. തങ്ങൾ പറഞ്ഞ ഒരു കലിമത്തിൽ പോലും ഒരു വ്യത്യാസം കാണാൻ കഴിയില്ല. قال الله تعالى ولو كان من عند غير الله لوجدوه فيه اختلافا كثيرا. തങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹ്യ് അല്ലായിരുന്നുവെങ്കിൽ എന്താക്കും പറയുന്നതിൽ പരസ്പര വൈരുദ്ധ്യം വരും. ഇവിടെ വൈരുദ്ധ്യം വന്നിട്ടില്ല. ലൗകാനമിൻ ഇന്ദി ഗൈരില്ലാഹിയാണ് മുഖദ്ദമ്. താലിയതാണ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അപ്പോൾ താലിയില്ല, ഇഖ്തിലാഫില്ല. ഏത് പണ്ഡിതന്മാരോട് ചോദിച്ചാലും തങ്ങൾ പറഞ്ഞോട് ഒത്തിട്ട് തന്നെ പറയുന്നത്, അങ്ങനെ തന്നെ ഉള്ളത്. വഹാദാ ലം യജിദൂ ഫീഹി ഇഖ്തിലാഫൻ ഖലീലൻ പോയിട്ട് ഖലീലുമില്ല കസീറുമില്ല. ഫഹാദിഹി കുല്ലുഹ ആയാത്തുൻ. ഇനി വകാന അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നത് എന്താണെന്നറിയോ? യഖൂലു തദാഹംനാ നഹ്നു വബനു അബ്ദുൽ മുത്തലിബ് അഷ്റഫ. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബനു അബ്ദുൽ മുത്തലിബ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം, ഹാഷിമിൻ്റെ കുടുംബമല്ലേ. പക്ഷെ ഖുറൈശിൽപ്പെട്ടത് തന്നെയാണ് ആരും അബൂജഹൽ, പക്ഷെ കുടുംബം മാറി. അവ ഷറഫിൻ്റെ വിഷയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തിലാണ്. മത്സരിച്ച് ഓർക്കൊന്നുണ്ടാകും, ഇപ്പുറം ഉണ്ടാകും, അപ്പുറം ഉണ്ടാകും, ഇപ്പുറം ഉണ്ടാകും. അങ്ങനെ പോയിട്ട് എത്ര വരെ എത്തി? റിഹാൻ. പക്ഷെ ഒറ്റത്തിൽ പറഞ്ഞാൽ പന്തയം വെക്കാൻ വേണ്ടി 2 കുതിരകൾ എന്താക്കും സമായിട്ട് ഇങ്ങനെ നിർത്തും. കറക്റ്റ്. എന്നിട്ട് ഓടുക. അതേമാതിരി അബൂജഹൽ ഒരു ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്തുമായിട്ട് നിൽക്കാം. 2 കുടുംബത്തിൻ്റെ നേതാക്കന്മാർ മറയിച്ച്. എന്നിട്ടോ ഷറഫിലേക്ക് ഓടി നോക്കുമ്പോൾ ഖാലൂ മിന്നാ നബിയ്യുൻ യൂഹാ ഇലൈഹി. ആകാശത്തിൽ നിന്ന് വഹയ്യ് വരുന്ന ഒരു പ്രവാചകൻ നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന് അവർ പറയുന്നാൽ ബനു അബ്ദുൽ മുത്തലിബ്. നമുക്കത് പറയാൻ കഴിയില്ല. ആ പോവാൻ ചെയ്യുമ്പോൾ നമ്മൾ തോറ്റി. അതാണ് ഇവിടെ അസഹ്യത. അത് തിരിച്ചു വെച്ചാൽ ഓക്കെ. അതുകൊണ്ടാണല്ലോ അവർക്കിറക്കിയോ നമുക്ക് തന്നൂടെ എന്ന് ചോദിച്ചത്. അപ്പോൾ റിസാലത്തിന് അർഹത ആരാണ് ഞാൻ തീരുമാനിക്കുന്നില്ല. അള്ളാഹ് പറഞ്ഞത് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്തഹു. അത് ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ല. അങ്ങനെ വല്ലാഹി ലാ നർളാ ബിഹി. അത് നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയൂല. വലാ നത്തബിഉഹു അബദാ. അത് ആ നബിനെ പിൻപറ്റാൻ നമ്മൾ തയ്യാറില്ല. ഇല്ലാ യഅ്തിന വഹ്യുൻ കമാ യഅ്തിഹി. അവർക്ക് വരുന്നത് പോലെ വഹ്യ് നമുക്കും വരണം. അപ്പോൾ ഒരു ഷറഫ് കൊണ്ട് മുന്തി വന്നു. പക്ഷെ ഒരു ഷറഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഷറഫാണ്. فأنزل الله تعالى وإذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله. ഇത് സൂറത്തുൽ അൻആമിലായിരിക്കും. മുർസലീങ്ങൾക്ക് കൊടുക്കപ്പെട്ടത് ഞമ്മക്കും കിട്ടാത്ത കാലത്തോളം വിശ്വസിക്കൂല. അപ്പോൾ ഈ പകയാണ് ഇതിനുള്ളിലുള്ളത്. സത്യം ശരിയായിട്ടല്ല. അപ്പം അതിന് തിരിച്ചു മറുപടി എന്താണ്? അല്ലാഹു അഅലം ഹൈസു യജ്അലു റിസാലത. റിസാലത്ത് ആർക്ക് കൊടുക്കണമെന്ന് അള്ളാഹ്ക്ക് അറിയൽ, അവൻ അതുപോലെ ചെയ്തോളും. ചോദിച്ചാൽ കൊടുക്കാനുള്ളൊന്നല്ല ഇത്. പണ്ട് ഒരു ശേഖരന് ദരീഖത്ത് വാങ്ങാൻ പോയപ്പോൾ മുലാക്കന്മാർ ചോദിച്ചു, എനിക്ക് ഖിലാഫത്ത് ഉണ്ടാവും ഇതിൽ. ഇരുന്നിട്ട് കാല് കിട്ടിയാൽ മതി. ഫത്താഹ് ഷെയ്ഖ് പറഞ്ഞു, ഇരുന്നിട്ട് കാല് കിട്ടാൻ ഞാൻ എന്താവും ചന്തി കുത്ത വീണു പോകും. അത് നമ്മൾ വേറെ തീരുമാനിച്ചോളാം. മുഹമ്മദ് തന്നെ അന്ന് ഖലീഫയാകാനാണ് ചോദിക്കുന്നത്. ഫത്താഹ് ഷെയ്ഖിനോട് അപ്പം എനിക്ക് നാട്ടിൽ പോയിട്ട് നാളാളെ ഒപ്പനാകാം. ഖലീഫ എന്നിട്ട് ഈ സാലെല്ലാം ഇട്ടിട്ട് നിന്നിട്ട് പച്ചാന്നൂരുണ്ട് വിധി നീ കണ്ടിട്ട് പന്നിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അത് പിന്നെ അവർക്ക് ആറ്റേ പറ്റിയിട്ടില്ല. അതാണ് നബുവത്ത് റിസാലത്ത് ചോദിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞില്ല പണ്ട് തന്നെ. വലം തകുന്നു ബുവ്വത്തും മുക്തസബ
വലൗ റഖാ ഫിൽ ഇൽമി അഅലാ അഖബാ. ഇൽമിൽ തഖവയിൽ മുജാഹദയിലൊക്കെ എന്തായി അഅലാ അഖബ ആകാശം മുട്ടുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാലും നബുവത്തും കൊടുക്കൂല. അപ്പോൾ നബുവത്ത് കൊടുക്കൂല, ബിൽ ഔലാ റിസാലത്തും കൊടുക്കൂല. ഞങ്ങളുടെ വലുതല്ലേ ഇത്. നിങ്ങൾ ബിലാത്ത് എടുത്തോ, ബിലാത്ത് സൂറ ഉണ്ടാക്കാം, ചിലപ്പം കുബ്ര ഉണ്ടാക്കി കിട്ടിയെന്ന് വരാം അപൂർവമായിട്ട്. നബുവത്താണ്. അപ്പം വലിയ മൂത്താൽ ആരാവില്ല, നബിയാവില്ല. ഇനി വൽഹാസിലു ചുരുക്കത്തിൽ പറയട്ടെ, അന്നഹാ തഹയ്യറത്ത് ഉഖൂലുഹും ഫീമാ ജാഅ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കൊണ്ടുവന്ന എല്ലാ വിഷയത്തിലും ഇവർക്ക് അക്കലാകപ്പാട് അമ്പലത്തിലായിട്ടുള്ളത് കേട്ടോ. അപ്പം ഫമൻ തബഅല്ലാഹു അലാ ഖൽബിഹി മിൻഹും, അതാ ഹൃദയത്തിന് സീല് വന്നു പോയ ആളുണ്ടാവും. എങ്ങനത്തെ സീല്? പടക്കം വന്നെ സീലല്ല, അത് ലാഹിക്കാണ്. പണ്ടേ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലാഹിക്ക് എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്ത ഒരു അനാവശ്യമായ കാര്യത്തിന് വേണ്ടി കൽബിലെന്താക്കും, സീല് വെത്താൻ. അത് അല്ലാൻ്റെ തീരുമാനം എങ്ങനെയാണ്? അപ്പം അവിടെ എന്ത് പറയാ, അല്ല സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ല സീൽ ചെയ്തിട്ടല്ലേ എനിക്ക് തിരിയാഞ്ഞെന്ന് പറയണ്ട. അപ്പം തിരിച്ചു ചോദിക്കും, നീ കുറ്റം ചെയ്തിട്ടല്ലേ അല്ല സീൽ ചെയ്തതെന്ന് പറയാല. അപ്പം ലാഹിക്കാണ്. അവരെന്ത് പറയും? ഇന്നഹു സിഹിർ, ഒരു കൂട്ടർ കഹാന അസാതീറുൽ അവ്വലീൻ വമിൻഹും മൻ ഖാല, ചിലർ പറഞ്ഞെന്താണ് ഇന്നമാ യുഅല്ലിമുഹു ബശർ. അതിലാണ് സൂറത്ത് നഹലിൽ ഉണ്ടായാലും നോക്കിയിട്ട് ഇടഭാഗത്തെ പേജും വേലത്തെ മേലെ പേജും കൂടെ കൂടിയിട്ടുണ്ട്, നോക്കാം. എത്ര പേജ് പറ? 259. മേലെ وَلَقَدْ نَعْلَمُ أَنَّهُمْ يَقُولُونَ إِنَّمَا يُعَلِّمُهُ بَشَرٌ. അവരുടെ കലാമട തീർന്നു. യഖൂലൂനൻ്റെ മഖൂല് തീർന്നു. മഖൂലിനെ പറഞ്ഞ വാചകം. അവർക്ക് ഒരു ബശർ വന്നിട്ട് പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്, വഹി ഇറങ്ങിയൊന്നുമല്ല. അപ്പം സാധാരണ രീതി ഒരാൾ വന്ന് പഠിപ്പിക്കുക, അയാൾ പഠിക്കുക, എന്നിട്ട് അയാൾ പ്രഖ്യാപിക്കുക എന്നുള്ള സ്വാഭാവികം തന്നെയല്ലേ എന്ന് പറഞ്ഞു. അതാണ് അവരുടെ വാക്കിൽ എന്തുണ്ട്, ഒരു ഹാസറുണ്ട്. പഠിപ്പിക്കുന്നത് ബശർ മാത്രമാണ്, അള്ളാഹിൻ്റെ അരിയന്തില്ല, വഹിയായിട്ട് ഇടപെടലില്ല. ഇന്നമ പക്ഷേ പറഞ്ഞു നോക്കുമ്പോൾ ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അജമിയ്യൻ, ഇവർ പഠിപ്പിക്കാൻ വരുന്ന ട്യൂട്ടർ ഉണ്ടല്ലോ, അവർ നോക്കുമ്പോൾ അറബി അറിയാത്താണ്. അപ്പോൾ അറബി അറിയാത്ത അജമിയ ഒരാൾ വന്നിട്ട് നല്ല അറബി പഠിപ്പിക്കുക, അത് അവിടെ ഉണ്ടല്ലോ ഒരു അത്ഭുതം തന്നെ. എന്നാൽ വഹാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ലിസാനുൻ അറബിയ്യും മുബീൻ. അപ്പോൾ അറബി അല്ലാത്ത ആൾ പഠിപ്പിച്ചിട്ട് അറബി പഠിക്കുക, എന്നിട്ട് അറബി കൊണ്ടുവരിക, അതല്ല വൈരുദ്ധ്യം. എല്ലാം മറ്റേ പ്രൊഫസർ പഠിപ്പിച്ചാൽ നീ പിന്നെയും പറയാം, അയലാ ദർജാക്ക പ്രൊഫസർ കാപ്പി ഹേ എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ പ്രൊഫസറാണെങ്കിൽ തൽക്കാലം സമ്മതിക്കുക. അല്ല, ആ ബശർ ആരാന്ന് പോലും ജഅലൂന അബ്ദൽ എന്താണ് അബ്ദൽ നബിയെ അൽ ഹദ്റമി അത് പറഞ്ഞിട്ടുണ്ട്. അബ്ദൻ, അവിടെ അബ്ദൻ്റെ അലിഫ് എടുത്തിട്ട് ഇപ്പഴത്തേക്ക് വാങ്ങണം. അലിഫിലാമില്ലേ, അലിഫിലാമിൻ്റെ അലിഫ് അബ്ദൻ്റെ തൻവീൻ്റെ അലിഫാണ് അബ്ദൻ. അത് എത്തിപ്പേച്ചതാണ്. അതാണ് എഴുതുമ്പോൾ എന്താക്കണോ, ഇങ്ങോട്ട് ചേർക്കട്ടെ, അങ്ങോട്ട് ചേർത്തിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ട് എഴുതണം. അല്ലെങ്കിൽ ആൾ അബദ്ധത്തിൽ വരും. ലി ബനിൽ ഹദ്റമി, അയാൾ ആരായിരുന്നു? നസ്രാനിയാണ്. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുജാലിസുഹു റജാ ഹിദായത്തിഹി, അയാൾ ഹിദായത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു കൊണ്ടിട്ട് തങ്ങൾ എപ്പോഴും അയാൾ വെച്ച് ബന്ധപ്പെടും. വക്കാന ലിസാനുഹു ആജമിയൻ, അയാളുടെ ഭാഷയാണെങ്കിൽ അനറബി ഭാഷയാണ് തന്നെ.
അപ്പോൾ അയാളാണ് എന്താക്കുന്നത്, തങ്ങൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞില്ലേ. അല്ലാഹു തആല റദ്ദ് ചെയ്യുന്നു, വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ. വാക്കടത്തീർന്നേ, ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി അഅജമി വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ. വഖദ് അശാറ സാഹിബുൽ ഹംസിയ ഇലാ കസീരിൻ മിൻ ദാലിക. പറഞ്ഞിടത്തോളം ചരിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളിലേക്ക് ഹംസിയ മുസന്നിഫ് ആരാണ്? ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മൾ ശരഹടക്ക ഓതി കഴിഞ്ഞ കിതാബാണ്. അജബൽ ലിൽ കുഫാരി സാദൂ ലലാലാ ബില്ലദീ ഫീഹി ലിൽ ഉഖൂലി തിദാഉ സ്വലവാതി അലൻ നബി വസലാമി وهو خير الأنام بدر التمام. ഷെയ്ഖ് പറയുന്നത്, അജബല്ലിൽ കുഫാരി, കുഫാറുകളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. എന്താണ്? സാധു ലലാലൻ, ലലാലത്തവർ, ലലാലത്തിനാൽ അവർ ഏറിയിട്ടുണ്ട്, ഏറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ബില്ലദീ ഫീഹി ലിൽ ഉഖൂലി ഇഹ്തിദാഉ, നല്ല ബുദ്ധികൾക്ക് സന്മാർഗം ലഭിക്കുവാൻ ആവശ്യമായ ഒരു കാര്യം ഖുർആനുള്ള അലീം. അതുകൊണ്ട് വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവർക്ക് എന്താണ് ലലാലത്ത് ഏറിക്കൊണ്ടിരിക്കുന്നു. വല്ലദീ യസ്അലൂന മിൻഹു കിതാബുൻ മുനസ്സലുൻ ഖദ് ആതാഹും വർതിഖാഉ. വല്ലദീ യസ്അലൂന മിൻഹു, തങ്ങളോട് ആവശ്യപ്പെടുന്നത്, കിതാബും മുനസ്സലുൻ, ഒരു ആകാശം കിതാബ് ഉള്ളോന്നുകൊണ്ടില്ലേ, അതിൻ്റെ മുമ്പ് കഴിഞ്ഞു. അതാണ്. മറ്റൊന്ന് ഖദ് ആതാഹും, അതൊക്കെ വരണം. ഓർത്തിക്കാവ്, നിങ്ങൾ ഏണി വെച്ചിട്ട് കയറിയിട്ട് മുകളിൽ പോകുന്നതെല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇർത്തിക്കാവ്. അത് പറയണ്ടല്ലോ വിധി. അപ്പം അങ്ങനെ ആവശ്യപ്പെട്ടതെല്ലാം ഘട്ടത്തിൽ കൂട്ടി. എന്നിട്ട് പറയുന്നു, അതൊന്നും വേണ്ട, നിങ്ങളെ അത്ഭുതപ്പെടുത്താനും ചിന്തിപ്പിക്കുവാനും ഉമ്മിയായ ഒരാൾ ഖുർആൻ കൊണ്ടുവരുന്നു എന്നുള്ളത് പോരെ. അതാണ് ഏറ്റവും അഅ്ലമുൽ മുഅ്ജിസ, എപ്പം കാലത്ത് ബാക്കിയാകുന്നത്. മറ്റൊന്നെന്താക്കും, കണ്ടോറ് കണ്ട് ബാക്കി റിപ്പോർട്ട്. ഖുർആൻ അങ്ങനെയല്ലല്ലോ. അബലം യക്ഫീഹിം മിനല്ലാഹി ദിക്റുൻ ഫീഹി ലിന്നാസി റഹ്മത്തും വശിഫാഉ. അവലം യക്ഫിഹിം, അവർക്ക് മതിയായിട്ടില്ലേ, മിനല്ലാഹി ദിക്റുൻ, അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഒരു ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനുൽ അദീം, ഫീഹി ലിന്നാസി, അതിൽ ജനങ്ങളിലുണ്ട്, റഹ്മത്തും വശിഫാണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. എങ്ങനത്തെ കിതാബാണത്? അജാസൽ ഇൻസാഅതും മിൻഹു വൽ ജിന്ന ഫഹല്ലാ തഅതി ബിഹിൽ ബുലഗാഉ. മനുഷ്യന്മാരെയും ജിന്നുകളെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതെ, കൊല്ല ഇൻ ജിതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ഈ ഖുർആന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കൂല എന്നാ പറഞ്ഞത്. എല്ലാവരും സഹകരിക്കട്ടെ. ജിതമഅത്തിൽ എത്ര സൂറത്തുണ്ട്? മനുഷ്യന്മാരുമായി സഹകരിച്ചു, ജിന്നുകളെ സഹകരിച്ചു, ജിന്നുകളും ഇൻസുകളും സഹകരിച്ചു. അല്ല, 3 ഹിത്തിമാലല്ല ആകെ ഉണ്ടാകലി. ഒന്ന് ഇൻസിന് സഹകരിച്ചു, ഒന്ന് ജിന്നുമായി സഹകരിച്ചു, ജിന്നും സഹകരിച്ചു. ഈ 3 കൂടെ കൂട്ടിയാലും ഖുർആന് തുല്യമാത് കൊണ്ടുവരാൻ കഴിയൂല എന്ന് പറഞ്ഞു. വലൗകാന ബഅദുഹും ലിബഅദിൻ ദഹീറ, പരസ്പരം എല്ലാവരും കൂടി സഹകരിച്ച്. എന്നിട്ട് ഫഹല്ലാ തഅതി ബിഹിൽ ബുലഗാ എന്ന സാഹിത്യ സമ്പന്നന്മാർ എത്രയോ ഉണ്ടല്ലോ ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെ. എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? കൊണ്ടുവരാമായിരുന്നില്ലേ? അപ്പോൾ എല്ലാവരും കൂടി പരാജയപ്പെടുമ്പോൾ ഒരു നബി മാത്രം കൊണ്ടുവരുമ്പോൾ ആ നബിക്ക് ഖുസൂസിയത്തുണ്ട്. അത് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല. മനുഷ്യന്മാർ ജിന്നുകളും സംഘടിച്ചാൽ പോലും ആ കഴിവിൽപ്പെട്ടതല്ല എന്ന് തോന്നുന്നു. كل يوم تهدي إلى سامعيه معجزات من لفظه القراء.
കാര്യങ്ങളായിക്കൊണ്ട് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഓരോ ദിവസവും അതിൽ നിന്ന് ഓരോ മൊഴിസാത്തും അതിനെ ലഫ്ള് നോക്കിയാൽ തന്നെ കിട്ടാവുന്നതാണെന്നാണ്. അതിന് ആഴത്ത് ചിന്തിക്കുമ്പോൾ കരകാണാത്ത കടൽ. ലഹ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദിൻ. മുസ്ലിമാൻ പറഞ്ഞില്ല മറ്റേതിൽ ലഹ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദിൻ വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമീ تتهلى به المسامع والأفواه الحلي അടന്തോ കിളിമത്ത് വിട്ടിട്ടല്ല വൽഹാൽവാഊ. അതായത് ഖുർആനിൻ്റെ പുതുമയെ പറ്റി പറയുന്നത് മസാമിയതാണ് കേൾക്കുന്ന കാതുകൾക്ക് ഇത് ആഭരണം ചാർത്തുകയാണ്. വല്ലഫ്വാഹു എന്ന് പറഞ്ഞാൽ ഓതുന്ന വായു. അപ്പോൾ ആകെന്തുണ്ടാകല് കേൾക്കുന്നതും ഓതുന്നതല്ലേ, രണ്ടിനും. എന്നിട്ടോ അതിലെന്തുണ്ട് ഹൊലിയ്യ് എന്തിനിടയിൽ ആവരണം കാതിന്, പിന്നെ ഹൽവാറിയല്ല അതിവിടെ നിർത്തുന്നില്ല. അപ്പോൾ ഓതുന്നവർക്ക് അലുവ പോലെ ഉണ്ടാകും, കേൾക്കുന്നവർക്ക് അതിന് ആവരണിട്ട മാതിരിയുള്ള ഓരോ മാനികളും അത്ഭുത ഓരോ ഒമ്പുകളും ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര ഉപമയാണത്. رقى لفظا وراك معنى فجاءت في حلاها وحلجها الخنساء. അത് ലഫ്ളാണെങ്കിലോ വളരെ നേർമയുള്ള ലഫ്ള് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓതി പഠിക്കാൻ കഴിയുന്നത്. മാനയാണെങ്കിലോ അങ്ങേയറ്റം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആഭരണത്തിലും അതിൻ്റെ സമയത്തിലും ഹൻസാഗ് എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണുങ്ങളെ പറ്റി പറയലാണ് ഉപമയിൽ. ഒരു സ്ത്രീൻ്റെ പേരാണത്. وآرتنا فيه غواميض فاصل ثقة من زلالة وصفاء. അതാ എത്രയോ നിഗൂഢമായി മറഞ്ഞു കിടക്കുന്ന ഓരോ അസ്റാറുകളും ചരിത്രങ്ങളും അനുഭവങ്ങളും എന്താക്കും അതിൽ ഖുർആൻ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാ തെളിഞ്ഞ വെള്ളത്തിനേക്കാളും അതുകൊണ്ട് സ്ഫുടം ചെയ്യപ്പെടുന്ന സാധനമാണ്. അവിടെ പിന്നെ വെക്കാം. ഇപ്പം ഓതാൻ ചെയ്ത സമയമുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കാമസിയെ വളരെ ഇഷ്ടം തോന്നുന്നുണ്ട്.